नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिन् इति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्रीकृष्ण चैतन्य प्रभु नित्यानन्द श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृन्द। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നഷ്ടികി. അധ്യായം 46. ഗോപിമാർക്ക് കൃഷ്ണൻ്റെ സന്ദേശം. പേജ് നമ്പർ 425. ഉദ്ധവർ തൊട്ടടുത്തു തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. കൃഷ്ണൻ്റെ പേരിലുള്ള അത്യാവേശം കാരണമുണ്ടായ രാധാറാണിയുടെ ഈ വക സംഭാഷണം മുഴുവനും അദ്ദേഹം കേട്ടു. സർവോന്നതമായ മഹാഭാവ പ്രേമത്തിൻ്റെ പരമാനന്ദത്തിൽ കൃഷ്ണനെക്കുറിച്ചു നിരന്തരം സ്മരിക്കാനുള്ള ഈ കഴിവ് ഗോപിമാർക്കെങ്ങനെയുണ്ടായി എന്ന് അദ്ദേഹം അത്യന്തം അത്ഭുതം കൂറി. കൃഷ്ണൻ എഴുതിയ ഒരു സന്ദേശം അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഗോപിമാർക്ക് ആശ്വാസം നൽകാനായി ആ സന്ദേശം അവരുടെ മുമ്പിൽ വയ്ക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു. അദ്ദേഹം പറഞ്ഞു, പ്രിയപ്പെട്ട ഗോപിമാരെ, മനുഷ്യജന്മത്തിലെ നിങ്ങളുടെ ദൗത്യം പൂർണ്ണ വിജയം നേടിയിരിക്കുന്നു. പരമ്പൊരുളായ ഭഗവാനിൽ നിങ്ങൾക്കുള്ള ഭക്തി അത്ഭുതാവഹം തന്നെ. അതിനാൽ സർവ ആളുകളുടെയും ആരാധനയ്ക്ക് പാത്രമാകാൻ നിങ്ങൾ അർഹരായിരിക്കുന്നു. ത്രിലോകങ്ങളിൽ എമ്പാടും നിങ്ങൾ ആരാധ്യരാണ്. കാരണം വസുദേവ കൃഷ്ണനിൽ നിങ്ങളുടെ മനം അത്ഭുതകരമായ രീതിയിൽ ആമഗ്നമായിരിക്കുന്നു. ദാനധർമ്മങ്ങൾ, തപോനുഷ്ഠാനങ്ങൾ, വ്രതങ്ങൾ, യാഗാഗ്നിജ്വലനം തുടങ്ങിയ എല്ലാത്തരം പുണ്യകർമ്മങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും പരമമായ ലക്ഷ്യം അദ്ദേഹമാണ്. വേദപാരായണം, ഇന്ദ്രിയ നിഗ്രഹം, ധ്യാനം, വിവിധ മന്ത്രജപങ്ങൾ എന്നിവയുടെ ഒക്കെ പിന്നിലെ ഉദ്ദേശ്യവും അദ്ദേഹം തന്നെ. ആത്മസാക്ഷാത്കാരത്തിനും ജീവിത പരിപൂർണതയ്ക്കും ഉതകുന്ന ക്രിയകളിൽ ചിലതൊക്കെയാണ് ഇപ്പറഞ്ഞത്. എന്നാൽ വാസ്തവത്തിൽ അവ കൃഷ്ണ സാക്ഷാത്കാരത്തിനും പരമ്പൊരുളായ ഭഗവാന്റെ അതീന്ദ്രിയമായ ഭക്തിയുത സേവനത്തിൽ ഒരുവനെ സുദൃഢമായി ബന്ധപ്പെടുത്താനും ഉദ്ദേശിച്ചുള്ളവയാണ്. ഭഗവത്ഗീതയിലെ അവസാനത്തെ അനുശാസനവും ഇതുതന്നെ. ആത്മസാക്ഷാത്കാരത്തിനുള്ള വിവിധ പ്രക്രിയകളുടെ വിശദീകരണം ധാരാളമുണ്ടെങ്കിലും എല്ലാം ത്യജിച്ച് അദ്ദേഹത്തിനു പരിപൂർണമായും വിധേയനാകാനാണ് ഏറ്റവും ഒടുവിൽ കൃഷ്ണൻ നൽകുന്ന ഉപദേശം. ആത്യന്തികമായി കൃഷ്ണൻ്റെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിതാത്മാവായി തീരുന്നതെങ്ങനെയെന്ന് പഠിപ്പിക്കാനുള്ള മാധ്യമം മാത്രമാണു മറ്റു പ്രക്രിയകളെല്ലാം. അനേകം ജന്മങ്ങൾക്കു ശേഷം ജ്ഞാനം, തപസ് എന്നിവയിലൂടെ ആത്മസാക്ഷാത്കാരത്തിനുള്ള പ്രക്രിയകൾ ഒന്നൊന്നായി അനുഷ്ഠിക്കുന്ന തികഞ്ഞ ആത്മാർത്ഥതയുള്ള വ്യക്തിക്കു മാത്രമേ ഈ സമർപ്പണ പ്രക്രിയ പൂർത്തിയാക്കാൻ സാധിക്കൂ എന്ന് ഭഗവത്ഗീത പറയുന്നു.
ഇത്തരം തപോനുഷ്ഠാനങ്ങളുടെ പരിപൂർണത ഗോപിമാരുടെ ജീവിതത്തിൽ തികച്ചും പ്രസ്പഷ്ടമാണ്. അവരുടെ സർവാതിശായിയായ നില കണ്ട് ഉദ്ധവർക്കു പരിപൂർണ സംതൃപ്തിയായി. അദ്ദേഹം തുടർന്നു, പ്രിയപ്പെട്ട ഗോപിമാരെ, കൃഷ്ണനുമായുള്ള ബന്ധത്തിൽ നിങ്ങൾ വളർത്തിയെടുത്തിരിക്കുന്ന മനോഭാവം മഹർഷിമാർക്കും പുണ്യാത്മാക്കൾക്കും പോലും ദുഷ്പ്രാപ്യമായ ഒന്നാണ്. ജീവിതത്തിലെ ഏറ്റവും സമുന്നതമായ പരിപൂർണാവസ്ഥയിൽ നിങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. കൃഷ്ണനു വേണ്ടി കുടുംബം, ഗൃഹം, ബന്ധുജനങ്ങൾ, ഭർത്താക്കന്മാർ, മക്കൾ എന്നിവയൊക്കെ ഇട്ടെറിഞ്ഞു കൃഷ്ണനെ മാത്രം മതിയെന്നു നിങ്ങൾ തീർച്ചയാക്കിയത് വാസ്തവത്തിൽ ഒരു മഹാവരലബ്ധി തന്നെയാണ്. നിങ്ങളുടെ മനസ്സ് ഇപ്പോൾ പൂർണ്ണമായും പരമാത്മാവിൽ ആമഗ്നമായിരിക്കുന്നതിനാൽ നിങ്ങളിൽ സ്വാഭാവികമായി തന്നെ വിശ്വപ്രേമം പരിപുഷ്ടമായി കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ അനുഗ്രഹത്താൽ നിങ്ങളെ ഈ അവസ്ഥയിൽ കാണാൻ സാധിക്കുക എന്ന സവിശേഷമായ ആനുകൂല്യം എനിക്കു ലഭിച്ചതിൽ ഞാൻ എന്നോട് തന്നെ നന്ദി പറയുന്നു. കൃഷ്ണൻ്റെ ഒരു സന്ദേശമുണ്ടെന്ന് ഉദ്ധവർ പറഞ്ഞപ്പോൾ ഗോപിമാർക്ക് തങ്ങളുടെ സർവോന്നത നിലയെക്കുറിച്ചു കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ താത്പര്യം ആ സന്ദേശം കേൾക്കുന്നതിലായിരുന്നു. തങ്ങളുടെ ഉന്നത നിലയെ ചൊല്ലിയുള്ള സ്തുതിവചനം കേൾക്കാൻ അവർക്കിഷ്ടമായിരുന്നില്ല. ഉദ്ധവർ കൊണ്ടുവന്നിരിക്കുന്ന സന്ദേശം കേൾക്കുന്നതിലായിരുന്നു അവർക്ക് ആകാംക്ഷ. ഉദ്ധവർ പറഞ്ഞു, പ്രിയപ്പെട്ട ഗോപിമാരെ, നിങ്ങളെപ്പോലെ മഹത്തുക്കളും സൗമ്യരുമായ ഭക്തജനങ്ങൾക്കായി ഈ സന്ദേശം കൊണ്ടുവരാൻ എന്നെ പ്രത്യേകമായി നിയോഗിച്ചിരിക്കുകയാണ്. കൃഷ്ണൻ്റെ ഏറ്റവും വിശ്വസ്തനായ അന്തരംഗ സേവകനെന്ന നിലയ്ക്കാണു അദ്ദേഹം എന്നെ തന്നെ ഇങ്ങോട്ടയച്ചത്. ഹരേ കൃഷ്ണ.